നമ്മൾ ഇതുവരെയുള്ള ലൈഫിലെ ചില സിറ്റുവേഷൻസ് എടുത്ത് ഒരു സ്ക്രിപ്റ്റ് ആക്കി ഒരു സിനിമയാക്കി അത് നമ്മൾ തന്നെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും. വാഴ ടൂവിനെ പറ്റി ബേസിക്കലി എനിക്ക് തോന്നിയൊരു ഒപ്പീനിയനാണത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു റിവ്യൂ വീഡിയോ അല്ല, മൂവി റിവ്യൂ വീഡിയോ അല്ല. ഞാൻ അങ്ങനെ റിവ്യൂ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഫിലിം കണ്ടതിന് ശേഷം ഒരു വീഡിയോ എടുക്കുന്നത്. അതെനിക്ക് അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ആയതുകൊണ്ടാണ്. അതായത് നമ്മളുടെ ഒരു 16-17 ഏജ് മുതൽ ഒരു 20-25 അല്ലെങ്കിൽ ഒരു 30 ഏജ് വരെയുള്ള നമ്മുടെ ലൈഫിലെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്കിതിൽ കാണാം. നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു ചെറിയ ഫിഷ് ടാങ്കിൽ ഫിഷ് വളർത്തുന്നത് മുതൽ നമ്മൾ പ്രവാസിയായതിനു ശേഷം ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ, അല്ലെങ്കിൽ നാട്ടിൽ നമ്മളെ സ്റ്റഡീസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയം വരെയുള്ള കാര്യങ്ങൾ നമുക്കിതിന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ഫിലിമാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ മികച്ചതും ഇതിനേക്കാൾ എൻ്റർടൈൻ ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇതിൽ എനിക്കിത് പറയാം, ഒരു 80% സീനുകളും അല്ലെങ്കിൽ 80% ഓഫ് ദിസ് ഫിലിം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഈവൻ വിത്ത് ദ ഡയലോഗ്സ്. കാരണം ഇപ്പോൾ പ്രവാസിയൊക്കെ ആയിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. പ്രവാസി എന്ന് പറയുന്നത് ഗൾഫ് കൺട്രീസിൽ മാത്രം ജോലി ചെയ്യുന്നവരല്ല, നാട് വിട്ട് വീട് വിട്ട് നിൽക്കുന്ന ഏതൊരാളും പ്രവാസി തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഈവൻ UK, കാനഡ എവിടെയാണെങ്കിലും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ചെറിയ വയ്യായ വന്നാൽ, സുഖമില്ലാതായ ഒരു പനി പിടിച്ചാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന അത് ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അത് ശരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അവിടെ അവിടെ പെർഫോം ചെയ്യുന്ന സിനിമയിൽ നമ്മൾ കാണുന്ന ആളുടെ മുഖം അതാണെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളായിട്ടായിരിക്കും നമുക്കത് ഫീൽ ചെയ്യുക, കാരണം നമ്മളത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫിലിമാണ് വാഴ 2. പിന്നെ ഇത് കുട്ടികൾക്ക് മാത്രമുള്ള അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് മാത്രമുള്ള ഒരു ഫിലിമല്ല. ഇതിൽ ഒരുപാട് മെസ്സേജസ് ഉണ്ട്. ഈവൻ ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു അധ്യാപകർ ടീച്ചേഴ്സ് എങ്ങനെയായിരിക്കണം, പാരൻസ് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്കുള്ള കുറച്ച് മെസ്സേജുകൾ എങ്കിലും ഈ ഫിലിമിലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഉള്ള ഒരു ഫിലിം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എനിക്കിതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കാം. ചിലർക്ക് ഫിലിം ഇഷ്ടപ്പെടാത്തതുണ്ടാവാം, ചിലർക്ക് അത്രത്തോളം മികച്ചൊരു അഭിപ്രായമായിരിക്കില്ല. ഇത് ഏറ്റവും മികച്ച ഫിലിമാണെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് സംതിങ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരൻ ഒരു മിഡിൽ ക്ലാസ്, ഒരു അപ്പർ മിഡിൽ ക്ലാസ്, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിം. അതിൽ അവരുടെ ചെയ്തിട്ടുള്ള അവർ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ സീനിൽ വരുന്ന ആളുകൾ മുതൽ ആക്ടേഴ്സ് മുതൽ എൻ്റയർ ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ടുള്ളവർ വരെ വളരെ ഭംഗിയായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തെന്ന് മാത്രം.